പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ? ലേണേഴ്സ് ഹബിനോടൊപ്പം നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നോക്കാം, നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ അക്കൗണ്ടിങ് ഫോർ ഷെയർസ്. മറക്കരുത്, എന്താണ് അക്കൗണ്ടിങ് ഫോർ ഷെയർസ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്താ, ഷെയർസിനെ പറ്റിയിട്ടാണ്. ആരാടാ ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കാം? നമ്മൾ ചെറുപ്പം മുതലേ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടുവരുന്നതായിരിക്കും. ആരാ? കമ്പനീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഷെയർസുകൾ ഇഷ്യൂ ചെയ്യണത്. എന്തിനു വേണ്ടിയിട്ടാ? ക്യാപിറ്റൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കാം, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ നമ്മള് കമ്പനി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് രണ്ട് കോൺസെപ്റ്റുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന് സോൾ പ്രൊപ്പറേറ്റർഷിപ്പും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് എന്താന്നുള്ളത്. ഓക്കെ, ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, ഒരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണ്. അതായത് അയാൾ തന്നെ അയാളുടെ കയ്യിലുള്ള പൈസ ഇറക്കുന്നു, ക്യാപിറ്റൽ അയാൾ തന്നെ കണ്ടെത്തുന്നു, എന്ത് നഷ്ടം വന്നാലും അയാൾ തന്നെ എന്ത് ചെയ്യുന്നു, നേരിടുന്നു. ഇങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും. ഓക്കെ, പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ രണ്ടോ അതിലധികമോ 2 or more പേഴ്സൺസ് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യൂടാ, ഒരു ബിസിനസ് തുടങ്ങുന്നു. പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ചിലപ്പോൾ ഒരു 50 പേരോ അല്ലെങ്കിൽ ഒരു 30 പേരോ ഒക്കെ ആയിരിക്കും എന്നുണ്ടായിരിക്കാം, അതിന്റെ ലിമിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അതിൽ ഉണ്ടായിരിക്കില്ല. സോ അങ്ങനെയുള്ള ഫേമുകൾ എന്തെന്ന് വിളിക്കാം, പാർട്ണർഷിപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഫേമുകളായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഫേമുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഡെവലപ്മെന്റിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതെന്താന്നുള്ളത് നോക്കാം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആൻഡ് പാർട്ണർഷിപ്പ് ഫോം എ ബിസിനസ് ഹാവ് ഫെയിൽഡ് ടു മീറ്റ് ദ ഗ്രോയിങ് നീഡ്സ് ഓഫ് മോഡേൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. അതായത് ഗ്രോയിങ് നീഡ്സ് ഓഫ് മോഡേൺ ബിസിനസ് ഇൻഡസ്ട്രി, അതായത് അവരുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതെന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കിയാലോ. ഒന്ന്, ലിമിറ്റഡ് ക്യാപിറ്റൽ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്, അല്ലെ? ഒരാളോ കുറച്ച് ആൾക്കാരെ കൂടി ചേർന്ന് ചെയ്യുമ്പോൾ അവിടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ കുറവായിരിക്കും. അങ്ങനെ കുറച്ച് പേരെ അവിടെ പൈസ എടുക്കാനേ ഉള്ളൂ. സോ ലിമിറ്റഡ് ക്യാപിറ്റൽ അവർ ഫേസ് ചെയ്തിരുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. അതുപോലെ അൺലിമിറ്റഡ് ലയബിലിറ്റി, നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇവർ തന്നെ എന്ത് ചെയ്യണം, അവിടെ ഫേസ് ചെയ്യണം, വേറെ ആരും ഉണ്ടാവില്ല. ക്ലിയർ? അപ്പൊ അവർ ഫേസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളത്. നെക്സ്റ്റ് എന്താ, ഇൻസ്റ്റേബിൾ ആയിരുന്നു. ബിസിനസ്സിന് സ്റ്റെബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ബിസിനസ് എന്തായിരുന്നു, ഇവിടെ ഇൻസ്റ്റേബിൾ ആയിട്ടായിരിക്കും ബിസിനസ്സുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. സോ ഈ പറയുന്ന ലിമിറ്റേഷൻസുകളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി നിലവിൽ പിന്നീട് വന്ന ഒരു കോൺസെപ്റ്റ് ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിളിക്കാറുള്ള എല്ലാ കമ്പനികളിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറഞ്ഞാണ് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പൊ ഇനി നമുക്ക് എന്തിലേക്ക് പോവാം, കമ്പനി എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ക്ലിയർ? ടു ഓവർകം, നമ്മൾ നേരത്തെ പറഞ്ഞ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തുകൂടാ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ഫോർ ഇൻട്രൊഡ്യൂസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എന്തൊക്കെയാ, ലിമിറ്റഡ് ക്യാപിറ്റൽ, അൺലിമിറ്റഡ് ലയബിലിറ്റി, പിന്നെ അൺസ്റ്റെബിലിറ്റി, ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിനെ കൊണ്ടുവന്നൂടാ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളെ കൊണ്ടുവന്നു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, മീനിങ്, ഈ കമ്പനിയുടെ മീനിങ്ങുകളൊന്നും എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ കമ്പനി എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. എന്താണ്? ഇറ്റ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഇതിന് രണ്ടെണ്ണാക്കാം, കം എന്നും മാറ്റാം, പനി എന്നും മാറ്റാം. ഓക്കെ, കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുഗദർ എന്നാണ് അർത്ഥം, ഒരുമിക്കുക, ടുഗദർ എന്ന്. ദെൻ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ വിളിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് ദിസ് എ കമ്പനി ഒറിജിനലി റെഫേർഡ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഡൈൻഡ് ടുഗദർ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യാതെ ഒരുമിച്ചിരുന്ന് ഡൈനിങ് ചെയ്യുക, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കമ്പനി എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് എന്തെന്നുള്ളത് ഇവിടെ പറയുന്നത്. ഇപ്പൊ കമ്പനി ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ്. അതിന് രണ്ട് ആക്കിയിട്ടുണ്ട്. കം എന്ന് പറഞ്ഞാൽ ടുഗദർ ആണ്, ബ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പനി എന്ന് പറഞ്ഞാൽ ബ്രെഡ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ്. എന്താണ്, കുറച്ച് ആൾക്കാർ കൂടി ഇരുന്നിട്ട് എന്ത് ചെയ്യാം, ടുഗദർ, ഒരുമിച്ച് കൂടി ചേർന്നിട്ട് ഡൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇൻ ജനറൽ ആയിട്ട് നമുക്ക് കമ്പനീനെ പറയാം, എ കമ്പനി മീൻസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അലോങ് വിത്ത് എന്ന് പറയുന്നത്. എന്താ, കമ്പനി മീൻസ് എന്താ, ബീയിങ് അലോങ് വിത്ത്, ഒരു സ്റ്റേറ്റ് ആണ്. എന്താണ്, ബീയിങ് അലോൺ വിത്ത് എന്നും കമ്പനീനെ പറയുന്നു. അതുപോലെ തന്നെ an association of peoples carrying an activity collectively. കുറച്ച് ആൾക്കാർ, എന്താണ് അസോസിയേഷൻ ഓഫ് പീപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യാ, ഒരുമിക്കുന്നു. ഓക്കെ, കുറച്ച് ആൾക്കാർ ഒരുമിക്കുന്നതിനെ AOP എന്നാ വിളിക്കുക. അസോസിയേഷൻ ഓഫ് പേഴ്സണെ നമ്മൾ AOP എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ എന്താണ്, an association of persons carrying on an activity collectively. എന്ത് ചെയ്യാണ്, ഒരുമിച്ച് എന്ത് ചെയ്യുക, ഒരു ആക്ടിവിറ്റി ചെയ്യാണ്.
കുറച്ച് ആൾക്കാർ കൂട്ടം ചേർന്നുകൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, കമ്പനി എന്ന് പറയാം. അതുപോലെ തന്നെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താടാ, ഒരു വളണ്ടറി അസോസിയേഷൻ ആണെന്നാണ് പറയുന്നത്. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു വളണ്ടറി അസോസിയേഷൻ ആണ്. കുറെ ആൾക്കാർ കൂടി ചേർന്നിട്ടുള്ള വളണ്ടറി. എന്താ വളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സ്വമേധയാൽ വന്നിട്ടുള്ളതായിരിക്കും. വളണ്ടറിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൺസുകൾ എന്ത് ചെയ്യാം, സ്വമേധയാ അവരെ ഇഷ്ടം കൊണ്ട് കൂടി ചേർന്ന് എന്ത് ചെയ്യുക, കമ്പനിയിലേക്ക് വരുന്ന ആൾക്കാരായിരിക്കും. സോ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാൽ വരുന്ന വളണ്ടറി അസോസിയേഷൻ ഓഫ് എ മെനി പേഴ്സൺ എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കാം, കുറച്ച് ഡെഫിനിഷൻസുകൾ പഠിക്കണം കമ്പനീനെ പറ്റിയിട്ടുള്ളത് കേട്ടോ. കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടൊന്ന് പഠിച്ചു വെച്ചോളാം. നമുക്ക് നോക്കാം, ലോർഡ് ജസ്റ്റിസ് ആനി എന്ന് പറയുന്ന ആൾ ആരാടാ, ലോർഡ് ജസ്റ്റിസ് ആനി എന്ന് പറയുന്ന ആൾ കമ്പനീനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്, എ കമ്പനി ഈസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എന്താണ് കമ്പനി എന്ന് പറയുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ എ ലോ വിത്ത് പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. അപ്പൊ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഹ്യൂമൻ ബീയിങ് ഒന്നല്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ലോയാണ്, നിയമപ്രകാരമാണ് ഇത് ക്രിയേറ്റ് ചെയ്യണത്. വിത്ത് എന്താ, പെർപെച്വൽ സക്സഷൻ. പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അവസാനം ഒന്നും ഉണ്ടാവില്ല, ഇത് എത്രേ കാലമാണ്. ഇപ്പൊ മനുഷ്യന്മാരാണെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞാൽ മരിച്ചു പോകും അല്ലെ, അത് അവിടെ അവസാനിക്കും. പക്ഷെ കമ്പനി എന്ന് പറഞ്ഞാൽ അവസാനിക്കൊന്നുമില്ല, ഇതിന് പെർപെച്വൽ ആയിട്ടുള്ള ഒരു സക്സഷൻ, ഒരു നിലനിൽപ്പുണ്ടെന്നാണ് പറയണത്. ഇതൊരു കോമൺ സീലിന്റെ അണ്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. മറക്കരുത്, എന്താടാ, അക്കോർഡിംഗ് ടു ലോർഡ് ജസ്റ്റിസ് ആനി എന്താ പറഞ്ഞത്, കമ്പനി ഈസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ എ ലോ. ക്രിയേറ്റ് ചെയ്ത് എന്താണ്, ഒരു ലോ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, വിത്ത് പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. ക്ലിയർ ആണല്ലോ. ഇനി കമ്പനീസ് ആക്ട് പ്രകാരം 2013 ലേറ്റസ്റ്റ് കമ്പനീസ് ആക്ട് വന്നിട്ടുള്ളത്. കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 2(20) കമ്പനീനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെന്താ, എ കമ്പനി ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനീസ്. അപ്പോൾ ഈ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതിന് മുന്നേയുള്ള കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തെ കമ്പനി എന്ന് പറഞ്ഞു വിളിക്കാം. അപ്പൊ എന്താ ആക്ട് പറയുന്നത്, കമ്പനീസ് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനീസ് ആക്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ അടുത്ത കമ്പനീനെ പറ്റിയിട്ടുള്ള ഡെഫിനേഷൻ ആണ് നമ്മുടെ ജസ്റ്റിസ് ജെയിംസ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ, ജസ്റ്റിസ് ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്താണ് കമ്പനീനെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. എ കമ്പനി ഈസ് എ അസോസിയേഷൻ ഓഫ് പേഴ്സൺ യുണൈറ്റഡ് ഫോർ എ കോമൺ ഒബ്ജക്ട്. എന്താ പറയണത്, എ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ആൾക്കാർ കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടത്തെയാണെന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത്. സോ എ കമ്പനി ഈസ് എ അസോസിയേഷൻ ഓഫ് പേഴ്സൺ യുണൈറ്റഡ് ഫോർ എ കോമൺ ഒബ്ജക്ട്. അവർ എന്തിനാ യൂണിറ്റ് ചെയ്തിട്ടുള്ള ഒരുമിച്ചിട്ടുള്ളത്, ഒരു കോമൺ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്, അവർ ഒരുമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ആരാ പറഞ്ഞത്, ജസ്റ്റിസ് ജെയിംസ് എന്ന് പറയുന്ന ആളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കമ്പനീനെ പറ്റിയിട്ട് ഒരു ഷോർട്ടായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എ കമ്പനി ഈസ് എ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. എന്താ ഞാൻ പറഞ്ഞതുപോലെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ് ഹു കം ടുഗദർ ആൻഡ് എ കോമൺ പർപ്പസ്. ഇവർ ഒരുമിച്ച് ചേർന്നിട്ടുള്ള എന്തിനാടാ, ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ കമ്പനീനെ പറ്റിയിട്ടുള്ള ഡെഫിനേഷൻസുകൾ മനസ്സിലാക്കി വയ്ക്കുക. ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, ഷെയർ ക്യാപിറ്റൽ. ഇനി നമ്മുടെ മെയിൻ കാര്യങ്ങളിലോട്ട് നമ്മൾ വരികയാണ്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കമ്പനി കനോട്ട് ഓപ്പറേറ്റ് വിത്തൗട്ട് ക്യാപിറ്റൽ. അല്ലെ, ക്യാപിറ്റൽ ഇല്ലാണ്ട് നമുക്ക് കമ്പനി എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ക്യാപിറ്റൽ ഈസ് റൈസ്ഡ് ബൈ. അപ്പൊ എങ്ങനെയാണ് ഒരു കമ്പനി ക്യാപിറ്റൽ റൈസ് ചെയ്യുക? അപ്പൊ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്, എനിക്ക് എന്തൊക്കെ വഴികളുണ്ടാ ക്യാപിറ്റൽ റൈസ് ചെയ്യാം? ഒന്ന്, ഓൺ ക്യാപിറ്റൽ, എന്റെ കയ്യിലുള്ള പൈസ എടുക്കാം. രണ്ട്, ഡെപ്റ്റ് ചെയ്യാം, എനിക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ നിന്ന് എവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാം, ലോൺ എടുക്കാം. പിന്നെ ബോറോയിങ് ചെയ്യാം, എനിക്ക് എന്റെ ഫ്രണ്ട്സിനോട് അച്ഛനോട് അമ്മോടൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, ബോറോയിങ് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഷെയർസുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. പല വഴികളുണ്ട് നമുക്ക് ക്യാപിറ്റൽ കണ്ടെത്താനായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ഈസ് റൈസ്ഡ് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ദ ടേം ഷെയർ ക്യാപിറ്റൽ. അപ്പൊ ഷെയർസ് വഴിയാണ് നമ്മൾ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത്. ഇനി നോക്കാം, പിന്നെ കമ്പനി ഇഷ്യൂ ഷെയർസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? ഒന്നല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെയാണ് എന്ത് ചെയ്യുക, ഇത് ഇഷ്യൂ ചെയ്യുക. അവരാണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, വാങ്ങുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ. ദിസ് ബൈ. അപ്പൊ ഈ വാങ്ങുന്ന ആൾക്കാരെ നമ്മൾ എന്തെന്ന് വിളിക്കാം, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു വിളിക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ മെമ്പേഴ്സ് ആണെന്ന് പറയാം. അപ്പൊ ഷെയർ വാങ്ങുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ്
കമ്പനിയുടെ മെമ്പേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? ദീസ് ബയേഴ്സ് ബിക്കം മെമ്പർ ഓർ ഷെയർ ഹോൾഡർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഷെയർ ഹോൾഡറോ മെമ്പറോ ആയി മാറാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. therefore the share capital of the company is contributed by shareholder. നമുക്ക് എന്താ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ ഷെയർ ഹോൾഡർ എന്നും കൂടി എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതകളാണ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ പേസസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഏത് ചോദിച്ചാലും ഒരേ ഒരു ഉത്തരം നമ്മൾ ഇനി പക്കയായിട്ട് പഠിക്കാൻ പോകുന്നു. ശരിയാണല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോടാ? നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. മറക്കരുത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. ഞാനൊരു കമ്പനി തുടങ്ങുകയാണ്. എനിക്ക് ഏറ്റവും മാക്സിമം പബ്ലിക്കിൽ നിന്ന് ഷെയർ വഴി കളക്ട് ചെയ്യാവുന്ന ഏറ്റവും മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അപ്പൊ അത് എന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ട്. എല്ലാ കമ്പനികൾക്കും, കമ്പനി ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികൾക്കും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് അവര് ആ അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ആ എമൗണ്ടിനെ പറ്റിയിട്ട് എന്തുണ്ടായിരിക്കും, പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, നോക്കാം. ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ക്യാൻ കളക്ട് ഫ്രം ദി പബ്ലിക് ത്രൂ ഷെയർസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലടാ, ഷെയർ വഴി പബ്ലിക്കിന്റെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ്, ഷെയർസിനെയാണ് എന്ന് പറയുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിരിക്കാം. ഒരു 1 lakh rupees എന്റെ കമ്പനിക്ക് ഞാൻ തീരുമാനിക്കുകയാണ് ഓതറൈസ്ഡ്. 1 lakh ഒന്നല്ല, കോടികൾ വരും. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. 1 lakh rupees ആണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ന് വിചാരിക്കാം എന്റെ കമ്പനിക്ക്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ക്യാപിറ്റൽ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, ഇതിന് വിളിക്കുന്ന പേരുണ്ടടാ, നോമിനൽ ക്യാപിറ്റൽ എന്നും രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നും വിളിക്കും. എന്താണ്? നോമിനൽ ക്യാപിറ്റൽ എന്നും രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, ഇഷ്യൂഡ് ക്യാപിറ്റൽ. എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നുള്ളത്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇത് ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ആക്ച്വലി ഓഫേർഡ് ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. അതായത് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് എന്ന് പറയുന്നത് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ, എന്റെ മാക്സിമം ക്യാപിറ്റൽ എത്ര ഇഷ്യൂ ചെയ്യാൻ പാടുള്ളത്? 1 lakh rupees ക്യാപിറ്റലാണ്. പിന്നെ ഞാൻ എന്റെ കമ്പനി എന്ത് ചെയ്യാണ്? 1 lakh എനിക്ക് മാക്സിമം ഉണ്ട്. ഒറ്റയടിക്ക് ചിലപ്പോൾ കമ്പനി എന്ത് ചെയ്യില്ല, 1 lakh ഒന്നും എന്ത് ചെയ്യില്ലടാ, ഇഷ്യൂ ചെയ്യില്ല. അവരെന്ത് ചെയ്യുള്ളൂ, ഞാൻ എന്ത് ചെയ്യണം, ഒരു 80,000 രൂപയ്ക്കുള്ള ക്യാപിറ്റൽ മാത്രം എന്ത് ചെയ്യാണ്, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാണ്, ഷെയർസുകൾ. സോ ഇങ്ങനെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന, അപ്പോൾ ആ ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അപ്പൊ ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ആക്ച്വലി ഓഫേർഡ് ടു പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. നമ്മൾ ആക്ച്വലി പബ്ലിക്കിന് വേണ്ടി കൊടുത്തിട്ടുള്ള ക്യാപിറ്റലിനാണ് എന്ന് പറയുന്നത് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ദ റിമൈൻഡർ പാർട്ട്, അപ്പൊ നോക്കിയടാ, ഇവിടെ നിങ്ങൾ നോക്കിയ 1 ലക്ഷം ഓതറൈസ്ഡ് ആണ്. ഇവിടെ എത്രയാണ് ഞാൻ ഇഷ്യൂ ചെയ്തത്? 80,000 ആണ് പബ്ലിക് ഇഷ്യൂ ചെയ്തത്. ബാക്കി ഇവിടെ ഡിഫറൻസ് എത്ര ഉണ്ടടാ? ഒരു 20,000 ഒരു ഡിഫറൻസ് ഇല്ലേ 1 ലക്ഷം 80,000 തമ്മിലുള്ളത്? ഇങ്ങനെയുള്ള ഈ റിമൈനിങ് പാർട്ട് ഓഫ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇസ് കോൾഡ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. എന്താണ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, വിളിക്കുന്നുണ്ട്. ഈ ബാക്കി നിൽക്കുന്ന ആ ക്യാപിറ്റലിനെ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. വിച്ച് ക്യാൻ ബി ഇഷ്യൂഡ് ഇൻ ദി ഫ്യൂച്ചർ. ഇതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമുക്ക് ഫ്യൂച്ചറിൽ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അഡീഷണൽ ആയിട്ട് ക്യാപിറ്റലൊക്കെ വേണ്ടി വന്ന ഫ്യൂച്ചറിൽ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 20,000 അവിടെ മാറ്റി വയ്ക്കുന്നത്. പക്കയാണല്ലോ? ക്ലിയർ അല്ലടാ? നോക്കാം. നെക്സ്റ്റ് ക്യാപിറ്റൽ ആടാ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അപ്പൊ നോക്കിയേ, ഞാൻ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു, 80,000 രൂപയ്ക്ക് വേണ്ടി ഇഷ്യൂ ചെയ്തു. ഞാൻ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പൈസയും ആൾക്കാർ തരണമെന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ അവരെന്ത് ചെയ്യാം, 80,000 രൂപ, എന്റെ നല്ല കമ്പനി ആണെങ്കിൽ 80,000 രൂപ അവർ വാങ്ങാം. പക്ഷെ എന്ത് ചെയ്യാം, ചിലപ്പോൾ അവർ കുറച്ചേ വാങ്ങുള്ളൂ. അപ്പൊ അവര് സബ്സ്ക്രൈബ് ചെയ്യുന്ന, അവർ ഏറ്റെടുക്കുന്ന ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ആണ്. ദ പോർഷൻ ഓഫ് ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ആക്ച്വലി, ഇതാണ് ഇമ്പോർട്ടന്റ്, ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക്. പബ്ലിക് ശരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ 80,000 ഇഷ്യൂ ചെയ്തു, പക്ഷെ കമ്പനിക്ക് ചിലപ്പോൾ പബ്ലിക് എത്രയാ, ഒരു 60,000 ഒക്കെ എന്തുണ്ടാവുള്ളൂടാ, ചിലപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് ഓൾ ഷെയർസ് ആർ സബ്സ്ക്രൈബ്ഡ്. ഇനി ഫോർ എക്സാമ്പിൾ ഈ 80,000 അവർ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ എന്ത് രണ്ട് ഈക്വൽ ആവും? ഇഷ്യൂഡ് ക്യാപിറ്റലും സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലും എന്തായിരിക്കും? ഈക്വൽ ആവും. കാരണം എന്താ, 80,000 ഞാൻ ഇഷ്യൂ ചെയ്തു, അവരെന്ത് ചെയ്തു, 80,000 തന്നെ എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. എന്റെ കമ്പനി അടിപൊളി ആയതുകൊണ്ട്. സോ അങ്ങനത്തെ കേസിൽ വരുമ്പോ എന്താ,
ദ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഈക്വൽ ടു ഇഷ്യൂഡ് ക്യാപിറ്റൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? 3 ക്യാപിറ്റൽ പഠിച്ചു. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് നോക്കാടാ നമുക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കോൾഡ് അപ്പ്. അപ്പൊ ഞാൻ അവിടെ 60,000 രൂപയാണ് മക്കളെ ആൾക്കാർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു. ഇനി കോൾഡ് അപ്പ്, അപ്പൊ ആൾക്കാർ തരാന്ന് പറഞ്ഞതാണ് 60,000 രൂപ അല്ലെ. 60,000 രൂപ ഞങ്ങൾ തരാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ റെഡി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് ഈ 60,000 രൂപ ഞാൻ ഒറ്റയടിക്ക് ആൾക്കാരിൽ നിന്ന് വാങ്ങുന്നില്ല. പകരം എന്ത് ചെയ്യാണ്, ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ്. അതിനെയാണ് കോൾ എന്ന് പറയാം. ഫസ്റ്റ് കോള് കുറെ ഉണ്ടാ, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ എൻ്റെ കമ്പനി കോൾ ചെയ്യുന്ന ക്യാപിറ്റൽ, അപ്പൊ ഈ 60,000 നിന്ന് ഞാൻ ചിലപ്പോൾ എത്ര കോൾ ചെയ്യുന്നുണ്ടാവുള്ളൂ, ഒരു 40,000 കോൾ ചെയ്യുന്നുണ്ടാവുള്ളൂ. 20,000 ഞാൻ അവിടെ കോൾ ചെയ്യാണ്ട് അവിടെ വെക്കും, എമർജൻസി വന്നു കഴിഞ്ഞാൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെ കോൾ ചെയ്യുന്ന ക്യാപിറ്റൽ ആണ് എന്ന് പറയുന്നത് കോൾ അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ദാറ്റ് ദ കമ്പനി ഹാസ് ആസ്ക്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി എന്ത് ചെയ്യാണ് ചോദിക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സിനോട് ഇപ്പോൾ പേ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന എമൗണ്ടിനെയാണ് എന്ന് പറയുന്നത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പൊ ഞാൻ കോൾ ചെയ്തു, 40,000 രൂപ തായോ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു. പക്ഷെ ആ കോൾ ചെയ്ത സമയത്ത് അവരുടെ കയ്യിൽ എന്തില്ല, 40,000 രൂപ ചിലപ്പോൾ തരണം എന്നുണ്ടാവില്ല. ചിലപ്പോൾ 40,000 രൂപ തരാം. അപ്പൊ ചിലപ്പോൾ അവർ എന്ത് ചെയ്യണം, ഒരു 30,000 അപ്പൊ നമുക്ക് തന്നുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 30,000-നെയാണ് എന്തെന്ന് പറയണത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് നമുക്ക് പേയ്മെന്റ് ആയിട്ട് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയടാ, ഇവിടെ 40,000 ഉണ്ട്, 30,000 ഉണ്ട് അല്ലെ. ഞാൻ 40,000 കോൾ ചെയ്തു, പക്ഷെ എനിക്ക് എത്ര തന്നുള്ളൂ, 30,000 തന്നുള്ളൂ. ഇവിടെ എന്തുണ്ടാ, ഒരു 10,000-ന്റെ ഡിഫറൻസ് ഇല്ലേ. ഈ ഡിഫറൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, കോൾസ് ഇൻ അരിയേഴ്സ്. ഞാൻ കോൾ ചെയ്തപ്പോ അവൻ എനിക്ക് പൈസ തന്നില്ല, അവിടെ അരിയർ വെച്ചു. ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കാം. മറക്കരുത്, നമ്മുടെ എന്താ കോൾഡ് അപ്പ് ക്യാപിറ്റലിന്റെയും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെയും ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി അൺപെയ്ഡ് പാർട്ടീസ് നോൺ ആസ് അൺപെയ്ഡ് ക്യാപിറ്റൽ. രണ്ടെണ്ണം കോൾസ് ഇൻ അരിയേഴ്സ് എന്നും പറയാം, അൺപെയ്ഡ് ക്യാപിറ്റൽ എന്നും പറയാം. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേടാ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ കമ്പനി എന്ത് ചെയ്യണം, കോൾ ചെയ്യണം, നിങ്ങൾ കുറച്ച് പൈസ തന്നോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, ഇതൊക്കെ തരാനായിട്ട് റെഡി ആയി നിൽക്കും. പക്ഷെ അപ്പൊ നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ കോൾ ചെയ്യാം, ഫുൾ എമൗണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത ഫുൾ എമൗണ്ട് നമ്മൾ കോൾ ചെയ്യില്ല, നമ്മളൊരു കുറച്ച് എമൗണ്ട് മാത്രമായിരിക്കും കോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ആ പൈസ മുഴുവൻ തന്നില്ല എന്ന് വിചാരിക്കാം. തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവിടെ കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടാവില്ല. തന്നില്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് ആയിരിക്കും കോൾസ് ഇൻ അരിയേഴ്സ് അല്ലെങ്കിൽ അൺപെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് റിസർവ് ക്യാപിറ്റൽ ഉണ്ട്. റിസർവ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത് നോക്കാം. ദ പോർഷൻ ഓഫ് ദ അൺകോൾഡ് ക്യാപിറ്റൽ. എന്താണ് അൺകോൾഡ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആണ് ദാറ്റ് ഈസ് റിസർവ്ഡ് ആൻഡ് ക്യാൻ ഓൺലി ബി കോൾഡ് അപ്പ് അറ്റ് ദി ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. അപ്പൊ എന്താണ് ഇത്, ഇതിന്റെ ഒരു അൺകോൾഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായില്ലേ, ഇവിടെ കോൾഡ് അപ്പ് ചെയ്ത് എത്രയാടാ, 40,000 ആണ്. ഇത് എത്ര രൂപ ഇനി അൺകോൾ ചെയ്യാനുണ്ട്, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തത് 60,000 ആയിരുന്നു, നമുക്ക് എത്ര കോൾ ചെയ്തത്, നമ്മൾ 40,000 ആയിരുന്നു. ഇവിടെ നമ്മൾ കോൾ ചെയ്യാണ്ട് വെച്ചിട്ടുള്ള എത്രയാടാ, ഒരു 20,000 രൂപ നമ്മൾ ഇവിടെ കോൾ ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ പബ്ലിക് നമുക്ക് തരാന്ന് പറയുന്നത് 60,000 രൂപ. നമ്മൾ പബ്ലിക്കിനോട് ആവശ്യപ്പെട്ടത് തരാന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ ചെയ്തത് 40,000 രൂപ. ഇതിൽ നമ്മൾ 20,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 20,000 രൂപയെ നമ്മൾ എന്തെന്ന് പറയും, റിസർവ് ക്യാപിറ്റൽ എന്ന് പറയും. 20,000-ന് നമ്മൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയും. ആ റിസർവ് ക്യാപിറ്റൽ നമ്മൾ വൈൻഡിങ് അപ്പ് ടൈമിനെ നമ്മൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് എന്താണ്, വൈൻഡിങ് അപ്പ് ആണ്. ഇറ്റ് ഈസ് കോൾഡ്, ഇറ്റ് ഈസ് നമ്മൾ കോൾ ചെയ്യുക, നമ്മൾ വൈൻഡ് അപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും കോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമ്മുടെ ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞാൽ. ഒരെണ്ണം കൂടി പറയുന്നുണ്ട്, റിസർവ് ക്യാപിറ്റൽ മെന്റ് ടു ബി ക്രിയേറ്റ് കോൺഫിഡൻസ്. അപ്പൊ ഈ റിസർവ് ക്യാപിറ്റൽ ഇങ്ങനെ ഉള്ളത് നമുക്ക് കടം തന്നിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിലൊക്കെ ഒരു കോൺഫിഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവും. കാരണം എന്താ, കമ്പനി പൊളിഞ്ഞാലും ഈ കുറച്ച് പൈസ നമുക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ കടം ധൈര്യമായിട്ട് കൊടുക്കുക എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് റിസർവ് ക്യാപിറ്റൽ ഈസ് മെയിൻ ടു ക്രിയേറ്റ് കോൺഫിഡൻസ് അമോങ് ക്രെഡിറ്റേഴ്സ് ബൈ അഷ്യൂറിംഗ് ഫണ്ട്സ് ഇൻ കേസ് ഓഫ് ലിക്വിഡേഷൻ ആണ് പറയുന്നത്. ക്ലിയർ ആണല്ലോടാ? നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് പഠിച്ചത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെ, പിന്നെന്താ പഠിച്ചത്,
നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ, പിന്നെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, അത് കഴിഞ്ഞിട്ട് കോൾഡ് അപ്പ് ക്യാപിറ്റൽ, അതുപോലെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പഠിച്ചു. ഇവിടെ നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് അല്ലെങ്കിൽ അൺപെയ്ഡ്, ഈ കോൾസ് ഇൻ അരിയേഴ്സ് ഒക്കെ നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. പിന്നെ റിസർവ് ക്യാപിറ്റൽ എന്താണെന്ന് പഠിച്ചു. തിയറി ഓക്കെ ആണല്ലോ, കൺഫ്യൂസർ ഒന്നും ആയിട്ടില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് നമ്മളോട് ചോദിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാടാ, ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ പഠിച്ചു റിസർവ് ക്യാപിറ്റൽ പഠിച്ചു. ഇനി ക്യാപിറ്റൽ റിസർവ് ഉണ്ട് ഇല്ലേ, ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ പ്രോബ്ലം ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കാറുണ്ട് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ. പിന്നെ റിസർവ് ക്യാപിറ്റൽ നമ്മൾ ഇപ്പൊ പഠിച്ചത്. ഇത് രണ്ടും നമ്മളുടെ ഡിഫറൻസ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അതൊന്നും എല്ലാവരും നോക്കി വെക്കാം. നോക്കാം, റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് ഉണ്ടാവണമെന്നാണ് നമ്മൾ പഠിച്ചത്, ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദി അൺകോൾഡ് ക്യാപിറ്റൽ. നമ്മളിത് ക്രിയേറ്റ് ചെയ്തത് അൺകോൾഡ് ക്യാപിറ്റലിൽ നിന്നാണ്. ഇനി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഈ ക്യാപിറ്റൽ റിസർവ് എവിടെ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ്, ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, ക്യാപിറ്റൽ റിസർവ് മാറ്റി വെക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിലൊക്കെ കാണിക്കുന്നത്, ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി ഇത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിൽ ഒരിക്കലും എന്ത് ചെയ്യില്ലടാ, നമ്മുടെ റിസർവ് ക്യാപിറ്റൽ ഡിസ്ക്ലോസ് ചെയ്യില്ല. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, താഴെ മേ ബി നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റിന്റെ താഴെ ഒരു നോട്ട് ആക്കിയിട്ട് വേണമെങ്കിൽ എഴുതി വെക്കാം. പക്ഷെ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് നമ്മൾ ലയബിലിറ്റി സൈഡിൽ എവിടെ കാണിക്കും, റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അത് നിർബന്ധമാണ് കാണിക്കണം എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞേ. ഒന്ന് അൺകോൾഡ് ക്യാപിറ്റലിൽ നിന്ന് ഉണ്ടാക്കുന്നു, ഇത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നു. ഇത് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം എന്ന് നിർബന്ധമില്ല, താഴെ കാണിച്ചാൽ മതി. ഇവിടെ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിച്ചോളണം. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ദി ടൈം ഓഫ് വൈൻഡിങ്. നമ്മൾ നേരത്തെ പഠിച്ചു ഇത് വൈൻഡിങ് അപ്പ് ടൈമിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. എനി ടൈം നമുക്ക് എന്തെങ്കിലും ലോസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. എനി ടൈം നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ക്യാപിറ്റൽ ലോസ് കമ്പനിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റില്ല. ആ ലോസിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റില്ല. ഈ പൈസ ഉപയോഗിച്ചിട്ട് ആ ലോസ് നികത്താൻ പറ്റില്ല. പക്ഷെ ക്യാപിറ്റൽ റിസർവ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റൈറ്റ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് എന്ത് ചെയ്യാം, ആ ലോസിനെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്ത് കളയാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. ഓക്കെ ആണല്ലോടാ, മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ? ഓക്കെ, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് ഇനി പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് വരും ക്ലാസ്സുകളിൽ ഇതിന്റെ ബാലൻസ് പോർഷൻസുകളൊക്കെ വരും. അപ്പോൾ ലേണേഴ്സ് അവനോടൊപ്പം നിന്ന് പഠിക്കുക, എല്ലാവരും റെഗുലറായിട്ട് നല്ല രീതിയിൽ പഠിക്കുക, ക്ലാസ് കാണുക, നോട്ട്സ് ചെയ്തെടുക്കുക, അടിപൊളിയായിട്ട് നമ്മളോടൊപ്പം നിന്ന് പഠിക്കുക. നമുക്ക് നല്ലൊരു മാർക്ക് വാങ്ങാം. നിങ്ങൾ നമ്മുടെ ഒപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.